Number 24. A man is watching two trains, one leaving and the other coming with equal speed of 4 meter per second. അപ്പോൾ ഒരിടത്ത് ഒരാൾ നിൽക്കിയത് ആൾ ഒബ്സർവർ ഈ സ്റ്റേഷനറി. അപ്പോൾ ഒരു ട്രെയിൻ ഒരു സോഴ്സാണ്. ആ സോഴ്സ് വൺ ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ ആൻഡ് അതർ ഈസ് കമ്മിങ് ടുവേഴ്സ് ദ ഒബ്സർവർ. ദ ആക്ച്വൽ ഫ്രീക്വൻസി ഈസ് 240 ഹെർട്സ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് ബൈ ദ മാൻ? അപ്പോൾ ആൾ രണ്ട് ഫ്രീക്വൻസി കേൾക്കുത്. വൈ? അതായത് ഒരു സോഴ്സ് ഈസ് കമ്മിങ് അപ്രോച്ചിങ് ദ ഒബ്സർവർ. അപ്രോച്ച് പണുമ്പോൾ ഫ്രീക്വൻസി വിൽ ഇൻക്രീസ്. അതേമാതിരി ഒരു സോഴ്സ് മൂവിങ് എവേ അതിൻ്റെ ഫ്രീക്വൻസി ഡിക്രീസ് ആകും. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി സൈമൾട്ടേനിയസ് ആയിട്ട് കേൾക്കുമ്പോൾ ആൾക്ക് ആ ഫ്രീക്വൻസി ഡിഫറൻസ് ഇറ്റ് വിൽ അപ്പിയർ എസ് ബീറ്റ്. അപ്പോൾ ദെർഫോർ ഇഫ് യു കൺസിഡർ സിറ്റുവേഷൻ, ദിസ് ഈസ് ദ ഒബ്സർവർ, ഇതൊരു ട്രെയിൻ, ഇത് വേറെ ട്രെയിൻ, രണ്ടാമത്തെ ട്രെയിൻ. ഒരു ട്രെയിൻ ദിസ് ഈസ് അപ്രോച്ചിങ് ദ ഒബ്സർവർ ആൻഡ് ദിസ് ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ. അപ്പോൾ இந்த ട്രെയിനിൽ ഡോപ്ലർ എഫക്റ്റ് എടുക്കുമ്പോൾ സോഴ്സ് ഒബ്സർവർ സൗണ്ട് ട്രാവൽ பண்ணுന്ന ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ தான் പോസിറ്റീവ്. இந்த ട്രെയിനിൽ ഡോപ്ലർ എഫക്റ്റ് അപ്ലൈ பண்ணுമ്പോൾ സൗണ്ട് ട്രാവൽ பண்ணுന്നത് എപ്പോഴും സോഴ്സ് ടു ഒബ്സർവർ, ഈ ഡയറക്ഷനാണ് പോസിറ്റീവ്. ഓക്കെ, നോ ഡോപ്ലർ എഫക്റ്റിൻ്റെ ബേസിക് ഫോർമുല ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു velocity of sound minus velocity of listener by velocity of sound minus velocity of source. അപ്പോൾ ഇവിടെ ആക്ച്വൽ ഫ്രീക്വൻസി 240, വെലോസിറ്റി ഓഫ് സൗണ്ട് 320 ഇറ്റ് ഈസ് ഗിവൺ. ഒബ്സർവർ സ്റ്റേഷനറി ആണ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് 0. 320 മൈനസ് 4 ഈ ഫസ്റ്റ് കേസിൽ അപ്ലൈ பண்ணுമ്പോൾ ഇതിൻ്റെയാണ് ഞാൻ ഫസ്റ്റ് കാൽക്കുലേറ്റ്. ദാറ്റ് ഈസ് വൈ ഇവിടെ 4 പോസിറ്റീവാണ്, ബിക്കോസ് വെലോസിറ്റി ഓഫ് സോഴ്സും സൗണ്ടിൻ്റെ വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ. അപ്പോൾ പ്ലസ് വരും. ദെർഫോർ ദ ആൻസർ F1 will be 243 ഹെർട്സ് എന്ന് വരും. സിമിലർലി രണ്ടാമത്തെ സോഴ്സ് മൂവിങ് എവേ സോഴ്സിന് കാൽക്കുലേറ്റ് பண்ணுമ്പോൾ 240 ഇൻറ്റു 320 മൈനസ് 0. ഒബ്സർവർ ഇപ്പോഴും റെസ്റ്റിലാണ്. സോഴ്സിൻ്റെ വെലോസിറ്റി എടുക്കുന്നത് -4 എടുക്കും, ബിക്കോസ് ദിസ് ഈസ് മൂവിങ് എവേ ആൻഡ് ഇറ്റ് ഈസ് എഗൻസ്റ്റ്. ദെർഫോർ -4. ദെർഫോർ ദ ആൻസർ വിൽ ബി 237. അതായത് മൂവിങ് എവേ ആകുമ്പോൾ ഫ്രീക്വൻസി കമ്മിയായി, അപ്രോച്ചിങ് നിയർ ആകുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ആയി. ആ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി F1 മൈനസ് F2 6 എന്ന് വരും. 6 ബീറ്റ് കേൾക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25. Two identical galvanometers are taken and one is converted to an ammeter and other is converted to a milliammeter. The shunt of milliammeter compared to the ammeter is dash. ആക്ച്വലി ഒരു ഗാൽവനോമീറ്ററിനെ ഒരു ഷണ്ട് പാരലായിട്ട് കണക്ട് പണിയാൽ അതെന്തായി മാറും? അത് ഒരു അമ്മീറ്ററായിട്ട് മാറും. എതുക്കാக എന്താ ഷണ്ട് കണക്ട് പണ്ടത്? ആ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കമ്മിയായിരിക്കും. അപ്പോൾ ആ ലോഡ് കറണ്ട് കൊഞ്ചം കറണ്ട് ഇതുവഴി ബൈപ്പാസ് പണി വിടും, ഈ മൊത്തം അതിലേറാതെ. അതാണ് നോർമൽ അമ്മീറ്ററിൻ്റെ വർക്കിംഗ്. ബട്ട് ഈ മില്ലി അമ്മീറ്റർ എന്ന് ചൊല്ലിയാൽ ரொம்ப മൈന്യൂട്ടായിട്ടുള്ള കറണ്ടിനെ മട്ടും മെഷർ പണ്ടുന്ന ഡിവൈസാണ് മില്ലി അമ്മീറ്റർ. അതായത് ரொம்ப മില്ലി റേഞ്ചിലുള്ള കറണ്ട് മട്ടും. അപ്പോൾ ദെയർഫോർ ഓൾറെഡി അപ്പോൾ ആ ലോഡിലെ സർക്യൂട്ടിലെ കറണ്ട് മില്ലി റേഞ്ചിലായിരിക്കും, വളരെ ரொம்ப ചിന്നതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ரொம்ப ബൈപ്പാസ് പണി വിട്ടാൽ அந்த ഗാൽവനോമീറ്റർ കോയിലൂടെ കറണ്ട് கொஞ்சம் தான் വരും. அந்த നീഡിലിനെ ഡിഫ്ലക്ട് பண்ணதுக்கு தேவையாய ടോർക്ക് ഡെവലപ്പ് பண்ண முடியாது. ആക്ച്വലി ആ ലോഡ് കറണ്ട് ഓൾറെഡി ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ, മെഷർ பண்ணுന്ന കറണ്ട് ரொம்ப ചിന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ ഷണ്ട് വഴി ரொம்ப ബൈപ്പാസ് പണി വിട്ടാൽ அந்த ഗാൽവനോമീറ്ററിൽ വരുന്ന കറണ്ട് കമ്മിയായിരിക്കും. അപ്പോൾ ദ ടോർക്ക് വിൽ നോട്ട് ബി ഏബിൾ ടു ഡിഫ്ലക്ട് ദ നീഡിൽ. അപ്പോൾ ദെർഫോർ ഇൻ ദ മില്ലി അമ്മീറ്റർ കേസിൽ വരുന്ന ലോഡ് കറണ്ട് മെജോറിറ്റിയും മോസ്റ്റ് ഓഫ് ദ ലോഡ് കറണ്ട് ഷുഡ് ബി പാസിങ് ത്രൂ ദ ഗാൽവനോമീറ്റർ ഇറ്റ് സെൽഫ്. அந்த ഗാൽവനോമീറ്ററിലൂടെ தான் പാസ് பண்ணி പോകണം. അപ്പോൾ അതിൻ്റെ ഷണ്ട് റെസിസ്റ്റൻസ് ரொம்ப ഹൈ ആയിരിക്കണം, ரொம்ப ചിന്നതാകக்கூடாது. ബിക്കോസ് ரொம்ப ചിന്നതായാൽ அந்த ഷണ്ട് വഴിയേ പാസ്സായി പോകും. ഓക്കെ, ദെർഫോർ എപ്പോഴും മില്ലി അമ്മീറ്ററിന് shunt value will be more than the normal ammeter. In question number 28, the oscillating electric and magnetic field vectors of electromagnetic wave are oriented. അപ്പോൾ electromagnetic wave they will be in the perpendicular directions each other and they will be perpendicular to the direction of propagation also. Actually ഇതിൻ്റെ ആൻസർ വരുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആൻഡ് ആർ ഇൻ ഫേസ് എന്നാണ്. ഇവിടെ ഇൻ പ്ലെയിൻ എന്നല്ല, ആക്ച്വലി ഇവിടെ ഇൻ ഫേസ്, ദേ ആർ ഇൻ ഫേസ്. അതായത് ടൈമിങ് കറക്റ്റാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആകുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആകുന്നത് ഒരേ ടൈമിൽ, ഇലക്ട്രിക് ഫീൽഡ് മിനിമം ആകുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് മിനിമം ആകുന്നതും ഒരേ ടൈമിങ്ങിൽ. ദേ ആർ സ്പേഷ്യലി having a 90 degree difference, but ടൈമിങ്ങിൻ്റെ ടൈം വെച്ച് നോക്കുമ്പോൾ ഫേസ് ഡിഫറൻസ് ഈസ് 0. സ്പേഷ്യലി മീൻസ് രണ്ടും 90 ഡിഗ്രി ഡയറക്ഷൻസിലാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 തെർമോകപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ തെർമോകപ്പിൾ നമുക്ക് പഠിക്കുന്നത് தேவைയില്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. ജസ്റ്റ് ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ഫാക്ട് ഒൺലി റിമെമ്പർ. അപ്പോൾ ഇത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽസിനെ ഒരു ജംഗ്ഷൻ ഫോം പണി അതിനെ ടെമ്പറേച്ചർ ഡിഫറൻസിൽ വെച്ചാൽ അതിലൊരു EMF ഡെവലപ്പ് ആകും. ദാറ്റ് ഈസ് കോൾഡ് സീബെക്ക് എഫക്റ്റ് ഓർ തെർമോകപ്പിൾ എഫക്റ്റ്. അപ്പോൾ ആ കോൾഡ് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്, ഹോട്ട് ജംഗ്ഷൻ ഈസ് കെപ്റ്റ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഹോട്ട് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കൊണ്ടുമ്പോൾ EMF ഇൻക്രീസ് ആകും. മാക്സിമം EMF വരുന്ന ടെമ്പറേച്ചറിനെ ന്യൂട്രൽ ടെമ്പറേച്ചർ എന്ന് ചൊല്ലും. അതേമാതിരി മിനിമം EMF അല്ലെങ്കിൽ 0 EMF വരുന്ന ടെമ്പറേച്ചറിനെ വി വിൽ കോൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് ചൊല്ലും. അപ്പോൾ അതിൽ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ന്യൂട്രൽ ടെമ്പറേച്ചർ ആൻഡ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ദ റിലേഷൻ. ന്യൂട്രൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഇൻവേർഷൻ ടെമ്പറേച്ചർ പ്ലസ് കോൾഡ് ജംഗ്ഷൻ ടെമ്പറേച്ചർ ബൈ 2 എന്നാണ്. അപ്പോൾ ഈ കേസിൽ കോൾഡ് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ 0 ഇറ്റ് ഈസ് ഗിവൺ. ദെർഫോർ ഇറ്റ് ഈസ് Tn ഈസ് ഈക്വൽ ടു Ti ബൈ 2. Tn ഈസ് ഈക്വൽ ടു Ti ബൈ 2 എന്ന് താൻ വരും.